വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനത്തിന് മുമ്പാകെ നമുക്ക് ആയിരിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ചില വേദഭാഗങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം കഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നക്കലായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഭുജിവാനല്ല, മദ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയല്ല, വിശ്വാസത്തലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. മതി. പ്രൈസലോ. വളരെ പരിചിതമായ വേദഭാഗമാണ്. വളരെ പ്രാർത്ഥനയോടെ ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് ആയിരിക്കാം. പ്രൈസലോ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അടിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. പ്രൈസലോ. പൗലോസിന് തൻ്റെ ആത്മജീവിതത്തിനകത്ത് ലഭിച്ച അറിവുകൾ, പ്രൈസലോ, തിരിച്ചറിവുകൾ, വെളിപ്പാടുകൾ, അത് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് വളരെ ശക്തിയോടെ കൊണ്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രൈസലോ. ഇവിടെ പറയുന്നത് ഒരു അറിവാണ്. ഇതിന് തൊട്ട് മുമ്പിലുള്ള അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ ലഭിച്ച പല തിരിച്ചറിവുകളെക്കുറിച്ച്, വെളിപ്പാടുകളെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഇതൊരു മൺകൂടാരമാണ്. ഈ മൺകൂടാരത്തിനകത്ത് ദൈവശക്തി പകരപ്പെട്ടിരിക്കുന്നു. ആ അറിവ് പൗലോസിന് ദൈവം നൽകി കൊടുത്തതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിനകത്ത് നമ്മളും ചില തിരിച്ചറിവുകൾ പ്രാപിക്കണം, വെളിപ്പാടുകൾ പ്രാപിക്കണം. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. പ്രൈസലോ. ഇവിടെ ഒരു കൂടാരത്തെ കുറിച്ച് പറയുന്നു, അപ്പോൾ തന്നെ ഒരു കെട്ടിടത്തെ കുറിച്ച് പറയുന്നു. പ്രൈസലോ. ഈ കൂടാരത്തിന്റെ പ്രത്യേകത എന്താണ്? ആമേൻ. പ്രൈസലോ. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം, പ്രൈസലോ, ഇത് ഭൗമികമാണ്. പ്രൈസലോ. അപ്പോൾ തന്നെ ഇത് അഴിഞ്ഞു പോകുന്നതാണ് എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. പ്രൈസലോ. കൂടാരത്തിന്റെ പ്രത്യേകത എന്താണ്? ആമേൻ. ഇത് ഭൗമികമാണ്, അപ്പോൾ തന്നെ ഇത് അഴിഞ്ഞു പോകുന്നതാണ്. ആമേൻ. നമുക്കറിയാം പൗലോസ് ആരായിരുന്നു? ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. അപ്പോൾ ആമേൻ, തനിക്ക് ആ കൂടാരത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. തനിക്കറിയാം ഇതൊരു താൽക്കാലികമായ സെറ്റപ്പാണ്. ഇതിന് വലിയ രൂപഭംഗിയൊന്നും ഉണ്ടാകണമെന്നില്ല. പ്രൈസലോ. ഇത് ഒത്തിരി നാൾ ഉപയോഗിക്കുവാൻ പറ്റത്തില്ല. അത് പ്രൈസലോ അഴിഞ്ഞു പോകുന്നതാണ്, കീറിപ്പോകുന്നതാണ്, തകർന്നു പോകുന്നതാണ്. പ്രൈസലോ. ആ സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ട് പൗലോസ് പറയുകയാണ്, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, ഹല്ലേലൂയ, അടുത്തതായിട്ട് കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. പ്രൈസലോ. കെട്ടിടത്തിന്റെ പ്രത്യേകത എന്താണ്? അത് കൈപ്പണിയല്ല. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ദാനമാണ്, അത് നിത്യമാണ്, അത് തകരുന്നതല്ല, നിത്യമാണ്, പെർമനന്റ് ആണ്. ഹല്ലേലൂയ. അത് ഭൗമികമല്ല, അത് സ്വർഗീയമാണ്. പ്രൈസലോ. ആമേൻ. ഈ രണ്ട് വ്യത്യാസത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കെട്ടിടം, സ്വർഗത്തിൽ കെട്ടിടം ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും, കർത്താവ് പറഞ്ഞ വാക്യം യോഹന്നാന്റെ
യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ ആമേ പ്രൈസലോ മടങ്ങി വന്ന് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്ന ഈ കൂടാരവും ഈ കെട്ടിടവും അതിൽ നിന്ന് വിഭിന്നമാണ്. പ്രൈസലോ ഈ കൂടാരം എന്നതുകൊണ്ട് പൗലോസ് എന്താണ് അർത്ഥമാക്കുന്നത്? പ്രൈസലോ നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേദഭാഗം. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേദഭാഗം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. പ്രൈസലോ ഇതാര് പറയുന്നതാ? പത്രോസ് പറയുന്നതാ. തൻ്റെ ജീവിത അവസാനത്തെ കുറിച്ച് പറയുന്നതാണ്. ആമേ താൻ ഇപ്രകാരമാണ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കൂടാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ഭൗതിക ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ പത്രോസ് പറയുന്നു, കർത്താവ് എനിക്ക് അറിവ് തന്നിരിക്കുന്നു, ഈ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, ഈ കൂടാരം അഴിഞ്ഞു പോകുന്നതാണ്, ഇത് താൽക്കാലികമാണ് എന്ന് ആമേ പൗലോസ് എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടത്, താൽക്കാലികമായ ഒരു കൂടാരത്തിനകത്ത് വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ഭൗതിക ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഇത് പ്രായമാകും തോറും ആമേൻ ഓരോ രോഗങ്ങൾക്ക് ഇങ്ങനെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഇവിടെ ഇരിക്കുന്ന പലർക്കും പറയുവാൻ കഴിയും, ആമേൻ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പല വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, കൈക്ക് വേദന, കാലിന് വേദന, ആമേ പ്രൈസ് ദി ലോർഡ്, ശരീരത്തിനകത്ത് വേദന, ആമേ പ്രൈസ് ദി ലോർഡ്. ആമേ പല വിധത്തിലുള്ള ആമേ ഡീക്കേയിങ് ഈ ശരീരത്തിൽ എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന വസ്തുതയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഈ താൽക്കാലികമായ കൂടാരത്തിനകത്ത് നമ്മൾ വസിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ ആത്മീയ സത്യമാണ്, ആമേ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ഈ കെട്ടിടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്വർഗീയമായത്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്കരിക്കപ്പെട്ട ശരീരത്തെയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? അത് താൽക്കാലികമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിലനിൽക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ മർത്യമായതല്ല, അത് അമർത്യമായതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ പ്രൈസ് ദി ലോർഡ്. അത് ബലഹീനമല്ല, അത് ബലമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പ്രാകൃതമല്ല, അത് സ്വർഗീയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. പൗലോസ് മരണത്തെ ഭയപ്പെടാത്തത്, പൗലോസ് ജീവിതത്തിനകത്ത് വരുന്ന ഒരു സാഹചര്യങ്ങളെ ഭയപ്പെടാത്തത്, പൗലോസിനൊരു വലിയ അറിവുണ്ട്. ഈ കൂടാരം പൊളിഞ്ഞുപോയ നിലനിൽക്കുന്ന ഒരു കെട്ടിടം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ തേജസ്കരിക്കപ്പെട്ട ആ ശരീരത്തെ പ്രാപിക്കുവാൻ വേണ്ടി ആമേ പ്രത്യാശയോടെ ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരായി തീരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ആമേൻ ചിന്തിച്ചപ്പോൾ, ഫിലിപ്പിയ ലേഖനം ചിന്തിച്ചപ്പോൾ, അതിൻ്റെ ആമേ 3-ാമത്തെ അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുവാൻ കഴിയും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് തൻ്റെ മഹത്വമുള്ള ശരീരത്തോ ആമേൻ ഹല്ലേലൂയ തൻ്റെ ആമേൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, ആമേൻ ഇങ്ങനെ ഒരു രൂപാന്തരം സാധ്യമാകുമോ എന്ന് ചിന്തിക്കുമ്പോൾ വചനം പറയുകയാ, ആമേൻ നമ്മിൽ വ്യാപരിക്കുന്ന
വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ആമേൻ നല്ലവനായ കർത്താവിനെയാണ് നാം ഇന്ന് പകൽക്കാലം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച ഒരു വിഷയമാണ് ആത്മശക്തിയുടെ വ്യാപാരം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകിക്കൊടുക്കുന്ന ആത്മശക്തി. അങ്ങനെ ഒരു ആത്മശക്തി ഉണ്ടോ? ഉണ്ട്. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. വാഴ്ചകള്, അധികാരങ്ങള്, ശക്തികള്, കർത്തൃത്വങ്ങള്, അതിനെതിരായിട്ട് നമുക്ക് ജയം തരുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ഹൃദയത്തിനകത്ത്, ജീവിതത്തിനകത്ത് ഇന്നു പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം പകർന്ന് നൽകിയിരിക്കുമ്പോ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ. ഈ ആത്മശക്തി എൻ്റെ ഈ മൺകൂടാരത്തിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഇന്നു പകൽക്കാലം അതെനിക്ക് തരുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്. ആമേൻ. താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്നു പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ഈ മൺകൂടാരത്തിനകത്തുണ്ടെങ്കിൽ, ആമേൻ, വേദനകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, മുറവിളികളില്ലാത്ത, ആമേൻ, ഒരു അനുഭവം നമുക്ക് വേണ്ടി ദൈവം, ആമേൻ, ഒരുക്കി വച്ചിരിക്കുന്നു. അതെങ്ങനെയാ സാധ്യമാകുന്നത്? വിശ്വസിച്ചവരുടെ അകത്തലങ്ങൾ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അത് മൺകൂടാരത്തിനകത്ത് വ്യാപരിക്കുന്നത് കൊണ്ടാണ് കഷ്ടതയുടെ നടുവിൽ ഒരു ദൈവ പൈതൽ ഇടുങ്ങിപ്പോകാതിരിക്കുന്നത്. ഉപദ്രവങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നില്ല. ആമേ വീണ് കിടക്കുന്നുണ്ട്, നിലം പരിചായി പോകുന്നില്ല. ആമേ തകർത്ത് കളയുക. ആമേൻ. അന്ധകാര മണ്ഡലങ്ങൾ ഒരുമിച്ച് നമുക്കെതിരെ വാതുകെട്ടിയ മേഖലകളിൽ, അകത്തലങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം നമ്മിൽ നിന്ന് ആ ദേശത്തേക്ക് വ്യാപരിച്ചപ്പോ, ഹല്ലേലൂയ, ദേശത്ത് നമുക്കെതിരായി നിന്ന വാഴ്ചകൾ, അധികാരങ്ങള്, ആമേ ശക്തികള്, ആമേ കർത്തൃത്വങ്ങള്, ആമേ പരാജയപ്പെട്ടു പോകുവാൻ ഇടവന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന കുടുംബത്തിനകത്ത്, നീ ജോലി ചെയ്യുന്ന മേഖലയില് നിനക്കെതിരെ നിൽക്കുന്ന ഏത് ശത്രുമണ്ഡലങ്ങളോ, ഏത് വാഴ്ചകളോ, ഏത് അധികാരങ്ങളോ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ, ആമേൻ, ഇന്ന് പകൽക്കാലം, ആമേ, തകർന്നു മാറി വിടുതലുകളെ ജീവിതത്തിനകത്ത് ചെയ്തെടുക്കുക മതിയായതാണെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും ശക്തികൾക്കും മുകളിൽ അവനെ കൊണ്ട് ഇരുത്തിയ ദൈവശക്തി. ഹല്ലേലൂയ. സകലതിനെ അവനെ കാൽ കീഴാക്കി തീർത്ത ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നമ്മുടെ അകത്തളങ്ങളിൽ ആ ദൈവശക്തി ഇന്നു പകൽക്കാലം വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്ന ലോകമെന്ന് പറയുന്നത്, ആ ലോകത്തിനൊരു വാഴ്ചയുണ്ട്, ലോകത്തിനൊരു അധികാരമുണ്ട്, ലോകത്തിനൊരു ശക്തിയുണ്ട്, ലോകത്തിനൊരു കർത്തൃത്വമുണ്ട്. ഇന്ന് പകൽക്കാലം ആ വാഴ്ചകളെ, അധികാരങ്ങളെ, കർത്തൃത്വങ്ങളെ, ആമേൻ, എന്നേക്കുമായി പരാജയപ്പെടുത്തിയ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. അവനാണ് തല. ആ തലയാകുന്ന ക്രിസ്തുവിനെ ശരീരമാകുന്ന സഭയ്ക്ക് ദൈവം നൽകി കൊടുത്തിരിക്കുകയാ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ദൈവമക്കള്, ആമേൻ, അന്ധകാര മണ്ഡലങ്ങളുടെ നടുവിൽ പരാജയപ്പെടുകയല്ല. അവർക്കൊരു വിജയമുണ്ട്. കാരണം അവരിൽ വ്യാപരിക്കുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വചനം ഏറ്റെടുത്ത് അല്പസമയം ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ, ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. റീബാന ശൗഡവനഗദരജാര
അന്തനരാജക ശൗഡവനഗദനജാലസ്യാദന ആമേൻ. ഈ മൺകൂടാരം ഹല്ലേലൂയ തകർന്നു പോകുന്ന കൂടാരമാണ്. അതിനകത്ത് രോഗങ്ങളുണ്ട്, അതിനകത്ത് പ്രയാസങ്ങളുണ്ട്, അതിനകത്ത് വേദനകളുണ്ട്. എന്നാൽ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ കുറിച്ച് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവപൈതല് ആ ബലഹീനതയ്ക്ക് മുകളില് ദൈവശക്തിയാൽ ജയമേറ്റെടുക്കുക ഇടവരുമെന്ന ദൈവത്തിന്റെ വചനം ശക്തമായി വിളിച്ചു പറയുക. നീ ക്ഷീണിച്ചിരിക്കേണ്ടവളല്ല. ആമേൻ. ഇന്ന് പകൽക്കാലം നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആത്മശക്തിയാ ഒന്ന് നിറയപ്പെടുക. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവശക്തി നിങ്ങളെ ആമേൻ ശക്തീകരിക്കും. അപ്പോൾ തന്നെ നിങ്ങളിൽ നിന്ന് ആ ശക്തി ദേശത്തേക്ക് വ്യാപരിക്കുമ്പോ അനേകർക്ക് അത് വിടുതലിന് കാരണമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ആമേൻ ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഈ കൂടാരം പൊളിഞ്ഞാലും ഒരു കെട്ടിടം നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൗതിക ജീവിതത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ നമ്മൾ സജ്ജമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ കൈവിടപ്പെട്ടു പോയാൽ ഒരു ദൈവപൈതലിന് നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. അവന് വേണ്ടി തേജസ്സിന്റെ ഒരു ശരീരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസം, ഒരു വലിയ പ്രത്യാശ അവന്റെ ഹൃദയത്തിനകത്തേക്ക് നൽകി തരുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം ദൈവമക്കളെ, ഇനിയും ഏതെങ്കിലും ഒരു അനുഗ്രഹം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. നമ്മുടെ പ്രത്യാശ അവന്റെ തേജസ്സിന്റെ അനുഭവം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. ഹല്ലേലൂയ. ഈ പ്രത്യാശ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിന് നടുവിലും പൗലോസ് ജീവിച്ചതുപോലെ ഭയപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ ജീവിക്കുക അത് നമ്മളെ സഹായിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ ഒരു പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ആ തേജസ്സിന്റെ അനുഭവം എനിക്ക് പ്രാപിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ ഇതുവരെ നമ്മുടെ ഹൃദയത്തിനകത്ത് അമ്മെ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുമ്പോൾ വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ ആ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുക മതിയായതാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളോട് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, വചനത്തിലേക്കൊന്ന് മടങ്ങി വന്നാട്ടെ. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരുടെയെങ്കിലും കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. 5:2-3 വാക്യങ്ങൾ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. For in this we groan, earnestly desiring to be clothed with our habitation which is from heaven. If indeed having been clothed, we shall not be found naked. For 2-3 മതി. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നു, ഫോർ ഇൻ ദിസ് വി ഗ്രോൺ ഏണസ്റ്റ്ലി ഡിസൈറിംഗ് ടു ബി ക്ലോത്ത് അപ്പോൺ വിത്ത് അവർ ഹൗസ് വിച്ച് ഈസ് ഫ്രം ഹെവൻ. ഇഫ് സോ ബി ദാറ്റ് ബീങ് ക്ലോത്ത് വി ഷാൽ നോട്ട് ബി ഫൗണ്ട് നേക്കഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മലയാളത്തിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. അത് വായിച്ചാൽ മനസ്സിലാകാൻ ആമേൻ ഇടവരും. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ എടുത്ത് വായിക്കുവാൻ ഇടവന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇങ്ങനെയാണ് വചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നത്. സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? വാഞ്ചിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്വർഗീയമായത് അതിന് മീതെ ധരിക്കുവാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ ലോകത്തില് നഗ്നരായിട്ടല്ല ആയിരിക്കുന്നത് എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വളരെ വ്യക്തമായി വചനത്തിന് പറയാനുള്ളത് നമ്മുടെ പ്രത്യാശ എന്താണ്? ഒരു കെട്ടിടം നമുക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ വാഞ്ച എന്തായിരിക്കണം? അത് നമുക്ക് ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ മൺകൂടാരത്തിന്റെ മുകളിൽ ആ തേജസ്സിന്റെ വസ്ത്രം ഞങ്ങൾക്ക് ധരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഹൃദയത്തിനകത്തേക്ക് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാ ഈ ഞരക്കം? പ്രൈസ് ദി ലോർഡ്. നമുക്ക് തിരുവചനത്തിൽ കാണാൻ പറ്റുന്നുള്ള റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വേദഭാഗം. പ്രൈസ് ദി ലോർഡ്.
ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രൈസലോ. എന്തിനു വേണ്ടിയാ ഞരങ്ങുന്നത്? പ്രൈസലോ. പൗലോസ് പറയുകയാ, ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാ. എന്തിനു വേണ്ടിയാ ഞരങ്ങുന്നത്? ആമേ, പ്രൈസലോ. ഹല്ലേലൂയ. സ്വർഗീയമായത് ഞങ്ങൾക്ക് ധരിക്കുവാൻ വേണ്ടിയാ ഞരങ്ങുന്നത്. പ്രൈസലോ. അപ്പോൾ ഈ സ്വർഗീയമായത് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ഞരങ്ങിക്കൊണ്ടിരിക്കുകയാ. പ്രൈസലോ. ഇതെപ്പോഴാ ലഭിക്കുന്നത്? ഇത് കർത്താവിന്റെ വരവെങ്കിലാ ലഭിക്കുന്നത്. പ്രൈസലോ. അതുകൊണ്ട് ആ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നത്, അവര് കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? കർത്താവിന്റെ വരവിന് വേണ്ടി. പ്രൈസലോ. എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഇന്നൊരു മൺകൂടാരത്തിൽ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു താൽക്കാലികമായ സെറ്റപ്പിൽ നമ്മൾ ജീവിക്കുക, ഒരു ടെന്റിനകത്ത് നമ്മൾ ജീവിക്കുകയാ. എന്നാൽ ഈ ടെന്റ് പൊളിഞ്ഞു പോകും എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. പ്രൈസലോ. ഈ ടെന്റിനപ്പുറത്ത് ഒരു കെട്ടിടം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അത് തേജസ്കരിക്കപ്പെട്ട ശരീരമാ. പ്രൈസലോ. അതെപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? കർത്താവിന്റെ വരവെങ്കിലാണ് അത് സംഭവിക്കുന്നത്. അതിനുവേണ്ടിയ ശരീരം ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, നമ്മുടെ ഞരക്കത്തിന് കാരണം എന്താണ്? ഹല്ലേലൂയ. ഹൃദയത്തിൽ എന്തൊക്കെയോ വേദനകൾ നമുക്കുണ്ടല്ലോ. ആമേൻ. എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നമുക്കുണ്ടല്ലോ. ആമേൻ. അതിനൊന്ന് വിലയിരുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു. ആമേൻ. തേജസ്സിന്റെ അനുഭവത്തെ പ്രാപിക്കുവാനുള്ള ഒരു ഞരക്കമാണോ നമ്മുടെ അകത്തളങ്ങൾ ഉള്ളത്? ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ആ ഞരക്കം ആവശ്യമാണ്, ആ വേദന ആവശ്യമാണ്. ആമേൻ. എനിക്ക് മൺകൂടാരം വിട്ടാൽ തേജസ്സിന്റെ ശരീരം എനിക്ക് പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിനകത്ത് ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശദീകരിച്ച് നിൽക്കുവാൻ നമുക്ക് സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കുക, ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ വാക്യം ഇംഗ്ലീഷ് ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. For we that are in this tabernacle do groan, being burdened, not for that we would be unclothed, but clothed upon, that mortality might be swallowed up of life. Praise the Lord. Hallelujah. ഇവിടെ ശ്രദ്ധിച്ച്, എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു വാക്കാണ്. Praise the Lord. Mortality might be swallowed up of life. Praise the Lord. Hallelujah. ആമേൻ. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകുവാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശ്രദ്ധിക്കുക, മർത്യമായത് മോർട്ടാലിറ്റി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവനാൽ നീങ്ങിപ്പോകുക. പ്രൈസ് ദി ലോർഡ്. മരണം സംഭവിക്കുമ്പോൾ ജീവൻ വന്ന് ഈ മോർട്ടാലിറ്റി ഉള്ള ശരീരത്തെ വിഴുങ്ങിക്കളയുക. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ച ഒരു ദൈവ പൈതല് നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അതാണ് ഇവിടെ വളരെ വ്യക്തമായി വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്കൊരു വലിയ തിരിച്ചറിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കൂടാരം പൊളിയുന്ന ദിവസത്തിങ്കല് ജീവൻ വന്ന് ഞങ്ങളെ സ്വീകരിക്കുവാൻ ഇടവരും. നിത്യജീവന്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ കരം പിടിച്ച് കയറുവാൻ ഇടവരും. ഈ തിരിച്ചറിവ് നിമിത്തമായിട്ട് ഈ ശരീരത്തിൽ അവൻ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. വളരെ വ്യക്തമായി വചന നമ്മുടെ ഹൃദയത്തോട് വിളിച്ചു പറയുക. ആമേൻ. ദൈവമക്കളെ, ഈ മൺകൂടാര ആമേൻ താൽക്കാലികമായ ഒരു കൂടാരമാണ്. ഇത് പൊളിഞ്ഞാൽ ആമേൻ ഒരു കെട്ടിടം നമുക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അത് തേജസ്സിന്റെ ശരീരമാണ്. അത് എപ്പോഴാ ലഭിക്കുന്നത്? കർത്താവിന്റെ വരവെങ്കിലാണ് അത് സാധ്യമാകുന്നത്. അതിനുവേണ്ടി ആമേൻ കാത്തിരിക്കുകയാ, ഞരങ്ങി കാത്തിരിക്കുകയാ. ഒരു വലിയ തിരിച്ചറിവുണ്ട്. ഇന്നും മരിച്ചു വീണാൽ ഇവിടം കൊണ്ട് ഞങ്ങൾ അവസാനിക്കുകയല്ല, നിത്യജീവന്റെ വഴികളിലേക്ക് ഞങ്ങൾ കയറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ തിരിച്ചറിവുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും അതിന്റെ മുകളിലുള്ള വാക്യം. പ്രൈസ് ദി ലോർഡ്. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. നമുക്ക് നിത്യജീവൻ ഉണ്ടോ? കർത്താവ് വന്ന് നമ്മളെ ചേർത്തുകൊള്ളുമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചേർത്തുകൊള്ളും. എങ്ങനെ പറയാൻ പറ്റും? ഒരു ഡൗൺ പേയ്മെന്റ് തന്നിട്ടാ പോയത്. പ്രൈസ് ദി ലോർഡ്. എന്താ ഡൗൺ പേയ്മെന്റ്?
ആമേ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഡൗൺ പേയ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നമുക്ക് ഒരു ഉയർപ്പ് സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആമേ വെറുതെ പോവുകയല്ല, കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആത്മാവ് നമുക്കൊരു ഡൗൺ പേയ്മെന്റ് പോലെ കൊടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നിട്ട് ആമേ പ്രൈസ് ദി ലോർഡ്, കർത്താവ് വന്ന് നമ്മളെ ചേർത്ത് കൊള്ളും എന്നത് തെളിവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്ഥലം പോയി കണ്ടു, ഇഷ്ടപ്പെട്ട ഒരു 5000 രൂപ ടോക്കൺ എമൗണ്ട് കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? ആമേൻ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ, ഇത് ഞാൻ വന്ന് മേടിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. ബാക്കി പണം കൂടെ തന്നു മേടിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. ഇതാ ഡൗൺ പേയ്മെന്റ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുമ്പോൾ ഒരു ഉറപ്പുണ്ട്. ആമേൻ, നിത്യജീവൻ ഞങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മടങ്ങി വന്ന് ഞങ്ങളെ ചേർത്തുകൊള്ളും എന്നുള്ള ഉറപ്പ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനകത്ത് നൽകി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തെ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മൺകൂടാരത്തിനകത്ത് പാർക്കുമ്പോൾ ആമേൻ ഒരു ദൈവ പൈതല് ക്ഷീണിച്ച് പാർക്കുകയല്ല, ഭയപ്പെട്ട് പാർക്കുകയല്ല. ആമേൻ, മറിച്ച് നമുക്കൊരു ധൈര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തിന് കാരണം എന്താണ്? പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നു നൽകിയിരിക്കുക. ആ പരിശുദ്ധാത്മാവിലൂടെ ദൈവമാകുന്ന ആത്മാവ് നമ്മളോട് സംസാരിക്കുകയോ. ആമേൻ, നീ തകർന്നു പോകുകയില്ല, നീ തളർന്നു പോകുകയില്ല. നിന്നെ ഞാൻ രക്തം കൊടുത്ത് വീണ്ടെടുത്തത് ഈ ലോകത്തിൽ അവസാനിപ്പിക്കുവാനല്ല, മറിച്ച് നിനക്കൊരു നിത്യത എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ, ഞാൻ കടന്നു വന്ന് നിന്നെ ചേർത്തുകൊള്ളുമെന്ന് എന്റെ അകത്തളങ്ങളിൽ പ്രത്യാശ തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോ എനിക്കൊരു തിരിച്ചറിവുണ്ട്. ഞാൻ ആരാ? പരദേശിയ. ഞാൻ പരദേശിയ. ആമേ പ്രൈസ് ദി ലോർഡ്. ഞാൻ കൂടാരത്തിനകത്ത് വസിക്കുന്നവനാ. ഞാൻ അല്പകാലത്തേക്ക് ഈ ഭൂമിയിലായിരിക്കുന്നവനാ. ആമേ പ്രൈസ് ദി ലോർഡ്. ഞാൻ പരദേശിയാണെങ്കിൽ എനിക്ക് ഇവിടെ വിട്ടു പോകേണ്ടത് ആവശ്യമാണ്. ഈ ഒരു തിരിച്ചറിവ് എന്റെ അകത്തളങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് തരികയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ലോകത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോ, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീ പരദേശിയാണ്. ആമേൻ, നീ ഇവിടെ വിട്ട് പോകേണ്ടവനാണ്. നീ ലോകത്തിൽ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാല് ആമേൻ അതിനപ്പുറത്ത് ഒരു നിത്യത നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തില് നീ ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തോട് വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതം ഭയത്തോടെയല്ല, ധൈര്യത്തോടെ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതം ഒരു തിരിച്ചറിവ്. ആമേൻ, ഇവിടെ ഞാൻ പരദേശിയാണ്. ഹല്ലേലൂയ. ആമേൻ, എനിക്കൊരു നിത്യവാസമുണ്ട്. അത് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. ഈ തിരിച്ചറിവ്, ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശരീരത്തിനകത്ത് വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ പരദേശികളാ. ആമേൻ, നമുക്ക് ലോകത്തെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത് നമ്മുടെ കർത്താവിനെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഇന്ന് പകൽക്കാലം ലോകത്തെ പ്രസാദിപ്പിക്കുവാൻ ഇറങ്ങിയവരല്ല നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ളവര് ലോകത്തെ പ്രസാദിപ്പിക്കുമ്പോ ദൈവത്തിനുള്ളവര് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന, എന്റെ ആരാധന, എന്റെ ആത്മീയ ജീവിതം, അതുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഇന്ന് പകൽക്കാലം ഇടവരണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദയമായി സംസാരിക്കുകയാ. ആമേൻ. മരണം വന്നാലും ജീവനായാലും എന്ത് തന്നെയാണെങ്കിലും എന്റെ ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ധൈര്യത്തോടെ പരദേശിയാണെന്നുള്ള തിരിച്ചറിവിലൂടെ അവന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ബോധ്യത്തോടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന് പ്രസാദമാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ആമേൻ, മടങ്ങി വാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുക, മടങ്ങി വാ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വാ. നിനക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ആമേൻ. ആ പ്രത്യാശ നഷ്ടപ്പെടുത്തി കളയരുത്. നിനക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു നിത്യതയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകരുത്
ഇന്ന് പകൽക്കാലം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തോട് ശക്തമായി വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ട നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, ആമേൻ, ജീവിച്ചാലും മരിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കണം. കാരണം എന്താ? അവനവൻ ആമേൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഒരു ന്യായവിധിയുടെ മുമ്പാകെ നാം നിൽക്കേണ്ടതാകുന്നു. നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ആമേൻ ലോകത്തെ പ്രസാദിപ്പിക്കുകയല്ല, മനുഷ്യനെ പ്രസാദിപ്പിക്കുകയല്ല, ഇന്ന് പകൽക്കാലം ദൈവത്തെ പ്രസാദിപ്പിക്കുക, നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വെട്ടത്ത് വന്നാട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 4-ന്റെ 5-ാമത്തെ വേദഭാഗം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 4 തൊട്ട് വായിക്കാം. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. എനിക്ക് യാതൊരു കുറ്റത്തെയും കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനാകുന്നില്ല. എനിക്കൊരു കുറ്റത്തെ കുറിച്ച് ഓർമ്മയില്ല, പ്രൈസ് ദി ലോർഡ്, എന്നതുകൊണ്ട് ഞാൻ നീതിമാനാകുന്നില്ല. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നെ വിധിക്കുന്നത് ആരാണ്? കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എപ്പോൾ എന്നെ വിധിക്കുന്ന? ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. നമ്മൾ ആരെയും വിധിക്കാൻ പോകണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ വിധിക്കുവാൻ ദൈവം ഏൽപ്പിച്ചിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. വിധിക്കുവാനുള്ള അധികാരം ആർക്കാണ്? കർത്താവിനാണ്. കർത്താവ് വരുവോളം, ഹല്ലേലൂയ, നമ്മൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് അവൻ വെളിച്ചത്താക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹൃദയങ്ങളുടെ ആലോചനയെ അവൻ വെളിപ്പെടുത്തും. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പ്രവർത്തികൾ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിന്റെ ആലോചനകളെയും, ഹല്ലേലൂയ, ആമേൻ, ദൈവം അറിയുന്നു എന്നുള്ള ദൈവത്തിന്റെ ആലോചനയാണ് പരിശുദ്ധാത്മാവ് ഇവിടെ നൽകി തരുന്നത്. ഹല്ലേലൂയ. ഇരുട്ടത്തുള്ളതൊക്കെ വെളിച്ചത്താകുന്ന ഒരു ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബോധിപ്പിക്കുമ്പോ ഇന്ന് പകൽക്കാലം എത്രയധികമായി ദൈവസന്നിധിയിൽ നമ്മളെ ഒന്ന് കഴുകുക, ഒന്ന് ശുദ്ധീകരിക്കുക നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ, അതിന്റെ 3-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 13-14 വേദഭാഗങ്ങൾ. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. പ്രൈസ് ദി ലോർഡ്. തീ കൊണ്ട് ശോധന ചെയ്തതുപോലെ, ഹല്ലേലൂയ, നമ്മുടെ പ്രവൃത്തികളൊക്കെ, ഹല്ലേലൂയ, നമ്മുടെ ശുശ്രൂഷകളൊക്കെ, ആമേൻ, ദൈവം വിലയിരുത്തുന്ന, ആമേൻ, ഒരു ദിവസമുണ്ടെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ആ തീക്കകത്ത് വെന്തുപോകുന്ന സാഹചര്യമാണെങ്കിൽ പ്രതിഫലം നമുക്കില്ല. എന്നാൽ വെന്തുപോകാതിരിക്കുന്നുവെങ്കിൽ ആമേൻ, ഒരു പ്രതിഫലം നിശ്ചയമായിട്ട് നമുക്കുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാ. ആമേൻ. ദൈവമക്കളെ, വചനം ഇങ്ങനെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുകയാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ ലോകം കൊണ്ട് അവസാനിക്കുകയല്ല. ഒരു തേജസ്വിന്റെ അനുഭവമുണ്ട്. അത് കർത്താവ് വരുമ്പോൾ ഞങ്ങൾക്ക് നൽകുന്നതാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഞരങ്ങി കാത്തിരിക്കുകയാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പരദേശികളാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ, ഒരു ന്യായവിധി ഞങ്ങളുടെ മുമ്പിലുണ്ട്. ആമേൻ, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച്, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾക്കനുസരിച്ച്, ഹല്ലേലൂയ, ആമേൻ, ഞങ്ങൾ ചെയ്ത ശുശ്രൂഷകൾക്കനുസരിച്ച്, ആമേൻ, ഞങ്ങൾ
ഞങ്ങൾ ഒരു ന്യായവിധിയിലൂടെ കടന്നു പോകുമ്പോ, തീയുടെ ശോധനയിലൂടെ കടന്നു പോകുമ്പോ വെന്തു പോകുന്ന അനുഭവമാണെങ്കിൽ പ്രതിഫലമില്ലാതെ നിൽക്കേണ്ടതായിട്ട് വരും. എന്നാൽ തീയുടെ ശോധനയുടെ നടുവിൽ വെന്തു പോകാതിരിക്കുന്ന ഒരു ശുശ്രൂഷ നമുക്ക് കാഴ്ചവെക്കുക കഴിയുന്നുവെങ്കിൽ ഒരു പ്രതിഫലമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മളോട് വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് കർത്താവ് ഇന്ന് പകൽക്കാലം കടന്നു വന്ന കാഹളം ഇന്ന് ധ്വനിച്ച കർത്താവിന്റെ അടുക്കൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ കടന്നു പോകുവാൻ കഴിയുമെന്ന് വിശ്വാസമുള്ളവര് എത്ര പേര് ഇതിന്റെ അകത്തളങ്ങളിലുണ്ട്? ഇത് വലിയ പ്രത്യാശ ജീവിതത്തിനകത്ത് വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, വിശ്വസിച്ച് ദൈവശക്തി ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ഈ ഭൂമി ഞാൻ പരദേശിയാണെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. മൂന്ന്, ദൈവത്തെ ഞാൻ പ്രസാദിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നാല്, ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താൽ എന്ത് ചിന്തിച്ചാലും അത് അറിയുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇരുളിലുള്ളതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രത്യാശയോട് ജീവിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തോട് ശക്തമായി സംസാരിക്കുക. വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാട്ടെ.